ഈ വീഡിയോ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള സെയിം വിഷയം തന്നെയാണ് പറയുന്നത് എയർ ഇന്ത്യ. ഞാനിപ്പോൾ ലീവിലായിരുന്നു. എനിക്ക് 9-ാം തീയതിക്കകത്ത് കയറാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്ന കമ്പനി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കയറി എനിക്ക് സാർ പറയും ചെല്ലണ്ടെന്ന് പറയും എന്നോട്. 10-ാം തീയതി ഞാൻ ചെന്നിട്ട് കാര്യവുമില്ല. 10-ാം തീയതി ഞാൻ ഇവിടെ എറണാകുളത്ത് അത്രയും രൂപ ചെലവാക്കി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ ആരോട് സമാധാനം പറയും? ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഉണ്ടായ സംഭവമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇനിയും ഈ വൃത്തികെട്ട എയർ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ പ്രവാസികൾ അവഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവാസികൾക്ക് ഒരു തരത്തിലുള്ള വിലയോ ബഹുമാനമോ ഒന്നും തരുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവര് പറയുന്ന ആ പൈസക്ക് ആ ടിക്കറ്റ് എടുത്ത് ഇത്ര നാണം കെടേണ്ട കാര്യമുണ്ടോ? നമ്മളുടെ കാര്യങ്ങൾക്ക് മുടക്കം വരുത്തിക്കേണ്ട കാര്യമുണ്ടോ? 1 രൂപയുടെ ഡിസ്കൗണ്ട് ഒന്നും അവർ തരുന്നില്ലല്ലോ. നിങ്ങളുടെ കയ്യിലെ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ എയർ അറേബ്യ, ഞാൻ പോയിട്ടുള്ളത് വെച്ച് നല്ലൊരു ബഡ്ജറ്റ് എയർലൈൻസ് ആണ് എയർ അറേബ്യ, നമുക്കത് യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ 10,000, 1,000, 2,000, 3,000 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ലോകത്ത് വേറെ ഒരു എയർലൈൻ കമ്പനിയും ഇത്ര